ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നല്ല ഒരു പെസഹ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ. പെസഹ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടവും സന്തോഷവുമുള്ള ഒരു തിരുനാളാണ്. പെസഹയോടനുബന്ധിച്ച് എല്ലാവർക്കും നല്ല നല്ല ഒത്തിരിയേറെ ഓർമ്മകളുണ്ടായിരിക്കും. നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ നിങ്ങൾക്ക് ആദ്യമായി പെസഹ അപ്പം നിങ്ങൾ കൈകളിൽ സ്വീകരിച്ച നിമിഷം മുതൽ, പെസഹ പാല് കുടിച്ച നിമിഷം മുതൽ ഒത്തിരിയേറെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഈ തിക്കും തിരക്കിനുമൊക്കെ ഇടയിൽ ഇങ്ങനെ എത്തി വലിഞ്ഞ് ആരുടെ കാലാണ് കഴുകുന്നത്, അച്ഛൻ കാല് കഴുകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ കാണിച്ച ഒരു ആകാംക്ഷയും ഒക്കെ നമ്മുടെ മനസ്സിൽ പെസഹ തിരുനാളിനോടനുബന്ധിച്ചുണ്ട്. അപ്പോൾ ഒത്തിരിയേറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഈ പെസഹ തിരുനാളിനോടനുബന്ധിച്ചുണ്ടല്ലേ. പക്ഷേ സവിശേഷമായി കേരളത്തിലെ നസ്രാണികളുടെ ഇടയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു പ്രത്യേക ആചാരത്തെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും മാത്രം വിചിന്തനം ചെയ്തുകൊണ്ട്, അത് നമ്മെ പഠിപ്പിക്കുന്ന പാഠം മാത്രം ഓർത്തുകൊണ്ട് ഈ വിചിന്തനം നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ നമ്മൾ പെസഹ അപ്പം മുറിക്കാറുണ്ടല്ലേ. ഇത് എക്സ്ക്ലൂസീവ്ലി നമ്മുടെ കേരളത്തിൽ നസ്രാണികളുടെ ഇടയിൽ മാത്രം വളർന്നു വന്ന ഒരു പാരമ്പര്യമാണ്. ഈ പാരമ്പര്യം ഇന്നും നിലനിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ ഈ ആചാരം നിർത്തിക്കളയരുത്, അതൊഴിവാക്കി കളയരുത് എന്ന് പലപ്പോഴും ശാഠ്യം പിടിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് ഒത്തിരിയേറെ കാറ്റക്കെസിസ് നടക്കുന്നുണ്ട്, വേദപാഠം നടക്കുന്നുണ്ട്. അതായത് പഴയ നിയമ പെസഹായുടെ കാലഘട്ടത്തിൽ പഴയ നിയമ രക്ഷ അവരെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് കർത്താവ് കൊണ്ടുവന്നതിൻ്റെ ഓർമ്മ അവിടുത്തെ കൊച്ചുകുട്ടികളെ അവരുടെ മുതിർന്നവർ പഠിപ്പിച്ചതുപോലെ പരിശുദ്ധ കുർബാനയാകുന്ന മനുഷ്യൻ്റെ രക്ഷയുടെ കൂദാശയെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള ഒരു ഹോം കാറ്റക്കിസിസ് അല്ലെങ്കിൽ ഭവനത്തിലുള്ള വേദപാഠമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പെസഹ ആചരണം. പെസഹ ആചരണം നമ്മൾ നസ്രാണികളുടെ ഇടയിൽ വന്നതിന് പിന്നിൽ യഹൂദ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലമൊക്കെ ഉണ്ട് എന്ന് ചരിത്രകാരന്മാർ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ പെസഹയെക്കുറിച്ച് നമുക്ക് ഒന്ന് ഓർമ്മിക്കാം. പെസഹ നമ്മൾ വീട്ടിൽ ആചരിക്കുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ പൂർവികരാരെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു പോയാൽ ആ വർഷം നമ്മൾ വീട്ടിൽ പെസഹ ഭക്ഷണം ഉണ്ടാക്കാറില്ല അല്ലേ. ഇതിൻ്റെ കാരണം എന്താണ്? നമ്മളോടൊപ്പം കഴിഞ്ഞ പെസഹ ആചരിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്നും വേർപെട്ടു പോയതിൻ്റെ ആ ഒരു ദുഃഖത്തെ അനുസ്മരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ആചാരം നിലനിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഒത്തിരിയേറെ ആചാരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. അതിലൊന്നാണ് ഇത്. അപ്പോൾ പൂർവികർ മരിച്ചു പോയതിനെ ഓർമ്മിക്കാൻ അവരുടെ മരണത്തിന് ശേഷമുള്ള പെസഹായെ നമ്മൾ എടുക്കാറുണ്ട്. പെസഹ തന്നെ വലിയൊരു ഓർമ്മയുടെ ആഘോഷമാണല്ലേ. കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ബന്ധിപ്പിച്ചാൽ നമ്മുടെ പൂർവികരെ നമുക്ക് സജീവമായി അനുസ്മരിക്കാൻ പറ്റുന്ന കൂദാശ എന്ന് പറയുന്നത് അത് പരിശുദ്ധ കുർബാന അർപ്പണമാണ്. പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമ്മൾ മാത്രമല്ല അവിടെ സന്നിഹിതരായിരിക്കുന്നത്. അവിടെ സ്വർഗവാസികളുണ്ട്, ഭൂവാസികളുണ്ട്. അതായത് സഹനസഭ, സമരസഭ, വിജയസഭ ഇവരെല്ലാവരും പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതരാണ്. അതായത് നമ്മളിൽ നിന്നും വേർപെട്ടു പോയ നമ്മുടെ മരിച്ചവർ നമ്മളോടൊപ്പം പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ സന്നിഹിതരാണ്. അപ്പം ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു എന്ന പ്രാർത്ഥനയൊക്കെ പാടുമ്പോഴും അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന അർപ്പണ വേളയിലുമൊക്കെ നമ്മുടെ പൂർവികരെ ഓർക്കാൻ നമുക്കൊരു കടപ്പാടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. ഈ പെസഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമായി ഇത് മാറട്ടെ. പെസഹായുടെ നല്ല ആചാരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകാതിരിക്കട്ടെ. ഇവ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തിൻ്റെ, നന്മയുടെ ഒരു പെസഹ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു.